ആങ്ങളമാർക്ക് പെണ്ണന്വേഷിക്കുന്ന പെങ്ങന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മക്കൾക്ക് പെണ്ണന്വേഷിക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം ഭർത്താവിന് പെണ്ണന്വേഷിക്കുന്ന ഭാര്യയെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇങ്ങനെ ഒരു ഭാര്യനെ കിട്ടിയ നിങ്ങളെ ഭാഗ്യാന്ന് കൂട്ടിയാൽ മതി. ഇവിടെ ബാക്കിയുള്ളവർക്ക് രണ്ടാമതൊന്നും കേട്ടാൽ കയ്യും കാലും പിടിച്ചിട്ട് സമ്മതിക്കില്ല. ആർക്ക് എനിക്ക് തന്നെ ഒറ്റ ചവിട്ട് വെച്ചെന്നാണ്ടല്ലോ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്ന. തന്റെ അധിക പ്രസംഗം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ സരസ്വതിന്റെ അമ്മാവിന്റെ ഇടയിൽ ആരെയും ഞാനല്ലേ? തനിക്കിത് പോരാ. സ്കൂളിൽ വെച്ചായത് തന്റെ നല്ല കാലാ. എനിക്ക് 2-3 പ്രാവശ്യം ചൊറിഞ്ഞു വന്നതാ. എന്തിന്? 2 പൊട്ടിക്കാൻ. ഇവള് ജീവിച്ചിരിക്കുമ്പോ വേറൊരു പെണ്ണിനെ കൊണ്ടുവന്ന് കാണിക്കാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നിടോ? എന്ന് വെച്ചാ കുഞ്ഞലക്ഷ്മി ടീച്ചർ മരിക്കണം എന്നാ മാഷ് പറയുന്നത്. എന്റെ ഭഗവാനെ, അത് ശരി. ഇതാണല്ലേ ഉള്ളിലിരിപ്പ്. ഞാൻ ജീവിച്ചിരിക്കണോണ്ടാ കുഴപ്പമില്ലേ? എന്റെ കുഞ്ഞുലക്ഷ്മി, നീ അതീ പിടിച്ച് കേറി. വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ മരിക്കണോ ഇല്ലേ? ഞാൻ പറയണതൊന്ന് കേക്ക്. ഒന്നും പറയണ്ട. കുറെ കാലമായി ഞാനിത് കാണുന്നു. എന്നെ മാഷക്ക് ഒരു വിലയും ഇല്ല. നിനക്ക് തരാട്ടോ. സരസ്വതി പറഞ്ഞു വിട്ടത് ഞാനാ. അവളെ ആക്ഷേപിച്ച് വിട്ടത് എന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യ. വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പറ, ഞാനങ്ങ് മാറിത്തരാം. എന്റെ ഈശ്വര, ഇത് എന്തൊരു ശാപത്. ആ, ഞാൻ മാഷക്കൊരു ശാപ. ഞാൻ മരിക്കുന്നതോടെ എല്ലാ ശാപങ്ങളും. എന്നാ നീ പോയി മരിക്കി. ഞാൻ പോയി മരിക്കും. മരിക്കാൻ ഞാൻ മരിക്കും. ഇനി എന്നെ കാണില്ല. ഞാനിപ്പോ കാണിച്ചു തരാം. നീയല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്? മാഷ് അല്ലാ, ടീച്ചറെ, കുഞ്ഞലക്ഷ്മി ടീച്ചറെ.